ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് എങ്ങോട്ടെന്നല്ല നിങ്ങളാലേക്കണം. ഞങ്ങളെ കരിങ്കല്ലത്താണല്ലേ തൊടുക്കാപ്പ് കുന്ന് ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കണ്ടിട്ടോ പോണത്. എന്താ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. മാമൻ ചെന്നൈക്കന്നെ ടിക്കറ്റ് എടുക്കാൻ കയറിട്ടോ. അത് ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പോകണോല് മറക്കാത്തന്നെ ഇവിടെ ഇക്കോ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ട് കേട്ടോ. അവിടെ നല്ല ഫ്രഷ് കാട്ടുതേൻ കിട്ടുന്നുണ്ട്, എല്ലാവരും വാങ്ങുക. അതാ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് നടക്കുകയാണ് കേട്ടോ. കുറച്ച് നടന്നപ്പോൾ നല്ല തണുപ്പ് വരാൻ തുടങ്ങി. നോക്കുമ്പോൾ എന്താ നിറയെ മുളങ്കാടുകളാണ്. മോളാളൊക്കെ നമ്മളെ വെൽക്കം ചെയ്യണ പോലെ കേട്ടോ നിന്നീന്നത്. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ, നടന്നീൻ്റെ ക്ഷീണം മാറ്റാനായിട്ട്. തന്നെ നിന്നാൽ പറ്റൂലല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാ വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള മയിലാടിപ്പാറ വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു, ഓലൊക്കെ മുന്നിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ എത്തി. ഇവർക്ക് രണ്ടാൾക്കും പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല, കാരണം ഓല് നടന്നിട്ടില്ലല്ലോ. ഇങ്ങനെ ദപ്പം ആ പാറമെന്ന് നോക്കുമ്പോൾ എല്ലാ വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അവിടെ കാറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്നു. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് കാരണം എന്നാലും ഇതിൻ്റെ റിയൽ വ്യൂ കാണാൻ പറ്റുക. കുറേ ആൾക്കാർ ഓടണു മണ്ടണു, കുറേ ഇങ്ങനെ നടക്കുന്നു. ഇവിടേക്ക് നല്ല മുകളിലേക്ക് കയറണം, അവിടെ തന്നെ കുറേ ദൂരം കയറണം. നല്ല കുണ്ടും കുഴിയുള്ള വയ്യാളാണ്, അതുകൊണ്ട് വീഡിയോസൊക്കെ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ പാറാളുമ്പോൾ കൂടി നടക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ചെരുപ്പിടുന്നതിന് പ്രശ്നം. പിന്നെ ഞാൻ ചെരുപ്പ് വീണു, ചെരുപ്പ് കൈ പിടിച്ചണു. ഇങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറി നോക്കുമ്പോഴാണ് ഗൈസ്, ഇപ്പം അത്രയും കയറിനെക്കാട്ടിലും ഇതിനെക്കാട്ടിലും വലിയൊരു സ്റ്റെപ്പ് ഇതിൽ നീണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ കയറാനുണ്ട്, അല്ലാതെ ഇനി നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറി പോതിത്തേപ്പം അത്രയും വയ്യാതായിട്ടോ. പിന്നെ ഇതൊന്നും എടുത്തിട്ട് ആർക്കും കുട്ടീനെ കൊണ്ട് നടക്കാൻ തന്നെ വെച്ചിരുന്നില്ല. അതൊക്കെ നടന്ന് കുഴങ്ങിയിട്ടുണ്ടായിരുന്നു, കയറേണ്ടിയിരുന്നില്ല എന്നായിട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി എത്തിയപ്പോൾ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറിയുള്ള വ്യൂ കാട്ടിത്തരട്ടോ. ഞാൻ മുന്നേ തന്നെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പോലല്ലേ ഫസ്റ്റ് പോയി. അപ്പോൾ ഞാൻ പോട്ടെ പറഞ്ഞു, ഞാൻ പോയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആട്ടോ ഈ കാണുന്നത്. എന്തൊരു കാറ്റായിരുന്നു ഗൈസ്, നല്ല കാറ്റാട്ടോ. അങ്ങനെ അതാ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് പോരാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു കയറിന് അത്ര പണി ഉണ്ടാവില്ല ഇറങ്ങാൻ നിന്ന്, പക്ഷേ കയറിനേക്കാട്ടിലും പണി ചെയ്യുന്നു കേട്ടോ ഇറങ്ങാൻ. കാരണം അവിടെ നിന്ന് സ്ലിപ്പായി പോവുന്നു കേട്ടോ അടിക്ക്. അങ്ങനെ ഗൈസ് ഞങ്ങൾ കുറേ നടന്ന് അടിക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്ന ആ മയിലാടിപ്പാറിൻ്റെ പകുതി വ്യൂക്കന്നെ ഉള്ളു എത്തിയിട്ട്. ഇനി അടിക്ക് കുറേ നടക്കാനുണ്ട്. അതാ ഇപ്പം നടന്നത് വീഡിയോക്ക് കണ്ടിട്ട് മാത്രമാണ് കേട്ടോ. ഈ പാറമ്മക്കൂടെ നടക്കാനായിരുന്നു കേട്ടോ ഭയങ്കര പണി ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ കയറി വന്നിട്ട് ഞാൻ അനിയത്തിനെ കൊണ്ട് അടിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഓല എല്ലാവരും വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ആ അടിയിലെത്തി അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിട്ടോ. മയിലാടിപ്പാറ വ്യൂ പോയിന്റ് നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു, കാരണം ഞങ്ങൾ അത്രയും കയറിയതല്ലേ ഗൈസ്. നല്ല കാറ്റായിരുന്നു കേട്ടോ, അവിടെ ഇരിക്കുമ്പോഴൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും മറക്കാതെ ഇങ്ങോട്ട് വരണം കേട്ടോ. ഫാമിലിനെ കൊണ്ടൊക്കെ വരാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ ഈ മുളങ്കാടിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ മുളമ്മ പേരൊക്കെ എഴുതാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ അങ്ങനെ ഞങ്ങൾ പാർക്കിൽ കളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കളിച്ചിട്ടില്ല, ശനിയാണ് കളിച്ചത്. എന്താ അവിടെ പാട്ട് ആർക്കും പാടാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു താത്തിയും ഒരു കാക്കും കൂടി പാടിയതാണത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ആ പാട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ നല്ല അടിപൊളി ബോളിയും പാലടപ്പായസവും കിട്ടുന്ന കട ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് പാലടപ്പായസവും ബോളിയും വാങ്ങിട്ടോ. രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ബോളിയിൽ ആ പാലടപ്പായസം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്താ രസം. മാമന് പോരുമ്പോൾ തന്നെ ബോളിയും പാലടപ്പായസവും വാങ്ങിത്തരാനിട്ടാട്ടോ പോകുന്നത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു സ്ഥലം എത്ര ഭംഗി ഉണ്ടാവില്ലെന്ന്. പക്ഷേ രണ്ടും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉപ്പിലിട്ടതൊക്കെ കിട്ടുന്ന കാണുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ ഒരു ഉപ്പിലിട്ട മാങ്ങയും പിന്നെ തേനിലിട്ട നെല്ലിക്കയും വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പം ഇന്നത്തെ എടുത്തിട്ട് ബൈ.